الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇന്നും ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പരലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും തൂക്കമുണ്ടാകുന്ന അമല് ഹുസ്നുൽ ഖുൽഖാണ്, സൽസ്വഭാവമാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്. ഈ ഹുസ്നുൽ ഖുൽഖ് നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ സംസാരം നന്നാവണം. ഞാൻ ആമുഖമായി ഓതി വച്ച വചനത്തിലേക്ക് വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ സദീദായ വാക്കുകൾ പറയുകയും ചെയ്യണം. എന്താണ് സദീദ് എന്ന് പറഞ്ഞാൽ? തഫ്സീറിൽ കാണാം, സദീദ എന്ന് പറഞ്ഞാൽ മുസ്തഖീമ, നേരായ വാക്കുകൾ, ഋജുവായ, വക്രതയില്ലാത്ത നല്ല വാക്കുകൾ പറയണം. അപ്പൊ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ സംസാരം നന്നാവണം. അക്ഷരസ്ഫുടത ഉണ്ടാവുക എന്നല്ല, അതുണ്ടാവണം. അതൊക്കെ നമ്മൾ പരിശീലിക്കേണ്ട കാര്യങ്ങളാണ്. അതേ അവസരത്തിൽ നല്ലത് സംസാരിക്കാൻ പാടുള്ളൂ. മ്ലേച്ഛകരമായ ഒരു വാക്കും നമ്മുടെ നാവിലൂടെ വരാൻ പാടില്ല. മുസ്തഖീമായ ആ മാർഗത്തിൽ തന്നെ നമ്മുടെ വാക്കുകളും ഉണ്ടാവണം. എന്താണ് അങ്ങനെ നല്ല വാക്കുകൾ ഉച്ചരിച്ചാൽ അതിൻ്റെ ഗുണം? യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെന്താ നന്നാക്കി തരും.
നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, സൽക്രമങ്ങളൊക്കെ അള്ളാഹ് നന്നാക്കി തരും. പോരായ്മ ഉണ്ടാവും. ഇപ്പൊ ജുമാ നമസ്കരിക്കുന്നുണ്ട്, ജുമാ നമസ്കാരത്തിൽ പോരായ്മ ഉണ്ടാവും. ശേഷം നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരം പോരായ്മ ഉണ്ടാവും. എല്ലാ ഇബാദത്തുകളിലും മുആമിലാത്തുകളിലും സൽക്രമങ്ങളിലൊക്കെ മനുഷ്യനെന്ന നിലക്ക് പോരായ്മ ഉണ്ടാകും. അത് അള്ളാഹ് നന്നാക്കി തരാം. ആ പോരായ്മ പരിഹരിച്ച് തരാന്ന് പറയാണ്. എന്തുകൊണ്ട്? നമ്മുടെ സംസാരം നല്ലതാണെങ്കിൽ ആ പോരായ്മ അള്ളാഹ് പരിഹരിച്ചു തരും. തഫ്സീറിൽ കാണാൻ കഴിയും, യഖ്ബലു ഹസനാത്തിക്കും, നിങ്ങളുടെ ഹസനാത്തുകൾ അള്ളാഹ് സ്വീകരിക്കും. അതാണ് യുസ്ലിഹ് അഅ്മാലക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. അള്ളാഹു നമ്മുടെ നന്മകളെ, നമ്മുടെ ഇബാദത്തുകളെ, കർമ്മങ്ങളെ സ്വീകരിക്കും. അതല്ലേ നമുക്ക് ആവശ്യം. അപ്പൊ അത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സംസാരം നന്നാവണം. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളല്ല പുറത്തു തരും. മനുഷ്യ സഹജമായി നമുക്ക് സംഭവിക്കുന്ന പാപങ്ങളെ അള്ളാഹ് അത് മുഖേന നമ്മുടെ സംസാരം നന്നാക്കി കഴിഞ്ഞാൽ പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആര് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവോ, ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവൻ മഹത്തായ വിജയം കൈവരിച്ചു. ഈ നിലക്ക് സംസാരം നന്നാക്കിയിട്ട് അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ മഹത്തായ വിജയം കൈവരിച്ചു. വിജയികളാവണ്ടേ? അടിസ്ഥാനപരമായ വിജയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്തുള്ള വിജയമാണ്. അങ്ങനെയുള്ള വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ സംസാരം നന്നാക്കണം. അള്ളാഹിന്റെ റസൂല് നമുക്ക് സ്വർഗം ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്വർഗം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജാമ്യം നിൽക്കാം, ഞാൻ ഉറപ്പ് നൽകാം. റസൂലുള്ളാഹ് അവിടുത്തെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞത്, മോളെ സ്വർഗത്തിന്റെ കാര്യത്തിൽ ഇവിടുന്ന് തന്നെ അധ്വാനിച്ചോ, എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അവിടുന്ന് എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ജാമ്യം നിൽക്കാം. ഈ ഉമ്മത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ ജാമ്യം നിൽക്കാം, ഉറപ്പ് നിൽക്കാം. പക്ഷേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളത് സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ ഉറപ്പ് നൽകാം. എന്താണത്? മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി മൻ യദ്മനു ലീ. ഒരു ഹദീസിൽ അങ്ങനെയാണുള്ളത്, മറ്റൊരു ഹദീസിൽ മൻ യദ്മൻ ലീ എന്ന്. ആരെനിക്ക് നാവും ഗുഹ്യഭാഗവും സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുവോ അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകാം. അപ്പൊ ഒന്ന് നാവാണ്, മറ്റൊന്ന് ഗുഹ്യഭാഗമാണ്. ഇത് രണ്ടും നമ്മൾ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്താൽ മതി. സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറപ്പാണ്. കാരണം മനുഷ്യനെ അധികവും നരകത്തിലെത്തിക്കുന്നത് രണ്ട് അവയവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. നല്ലതേ സംസാരിക്കാൻ പാടുള്ളൂ. സംസാരവുമായി ബന്ധപ്പെട്ട മര്യാദകൾ ഒട്ടനവധി ഖുർആൻ വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹിജറാത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. ജനത കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിജാൽ, പുരുഷന്മാർ പുരുഷന്മാരെ പരിഹസിക്കരുത്. പുരുഷന്മാരെ വിളിച്ചു പറയാണ്, നിങ്ങൾ നിങ്ങളെ പരസ്പരം പരിഹസിക്കരുത്. എന്നിട്ട് അള്ളൊരു വലിയ തത്വം മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. പരിഹസിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ നന്നായേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. സ്ത്രീകൾ സ്ത്രീകളെയും പരിഹസിക്കരുത്. ആദ്യം പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു, പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. സ്ത്രീകൾ സ്ത്രീകളെയും പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്നവരെക്കാൾ നന്നായേക്കാം. അതങ്ങനെ തന്നെയാണ്. പരിഹാസം എളുപ്പമാണ്. ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ നമുക്ക് ആ ആള് ഇങ്ങനെ, ഈ ആള് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. സ്വന്തത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്തവരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തത്തെ പറ്റി ചിന്തിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, തൂബാ, എല്ലാവരും ശ്രദ്ധിക്കുക, തൂബാ ലിമൻ ശഗലഹു ഗൈബഹു അൻ ഉയൂബിൻ നാസ്. ഒരു മനുഷ്യൻ
സ്വന്തത്തിന്റെ ന്യൂനതകൾ, സ്വന്തം നഫ്സിന്റെ ന്യൂനതകൾ പരതുന്നതിനിടയിൽ അന്യരുടെ ന്യൂനതകൾ വിസ്മരിച്ചുപോയി. സ്വന്തം ന്യൂനതകൾ, കുറവുകൾ പരതുന്നതിനിടയിൽ അന്യരുടെ ന്യൂനതകൾ വിസ്മരിച്ചു പോയൊരു മനുഷ്യൻ തൂബാ, അവനാണ് മംഗളം, അവനാണ് അഭിവാദ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ അങ്ങനെ ആവണം. പരിഹസിക്കുന്ന ആളുകൾ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഇങ്ങനെ കണ്ടെത്തുക എന്നതാണ് അവരുടെ ജോലി. വലാ തൽമിസു അൻഫുസക്കും, അല്ലാഹു പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കരുത്. എന്തൊരു പ്രയോഗമാണത്. നമ്മൾ പരസ്പരം കുറവാക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനെ കുറവാക്കുന്നത് പോലെയാ. ഒറ്റ സമൂഹമല്ലേ, മനുഷ്യ സമൂഹം എന്ന നിലക്കൊരു സമൂഹമാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് എന്ന നിലക്കൊരു സമൂഹമാണ്. പിന്നെ എങ്ങനെ കുറവാക്കും? വലാ തനാബസു ബിൽ അൽഖാബ്, മോശമായ പേരിൽ നിങ്ങൾ അന്യോന്യം അഭിസംബോധന ചെയ്യരുത്. മോശമായ പേര് വിളിച്ച്, പരിഹാസ പേരുകൾ വിളിച്ച് അധിക്ഷേപിക്കരുത്. ബിഇസലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം, സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം ഈ തെമ്മാടി പേരുകൾ, അധർമ്മ പേരുകൾ എത്ര ചീത്തയാ. സത്യവിശ്വാസികൾക്കിടയിൽ ഒരു രണ്ടാം പേരുണ്ടാവാൻ പാടില്ല. ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പേര് എനിക്ക് സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പേരുകൾ ഉണ്ടാകും. എന്റെ രണ്ടാം പേരുകളായി ഞാൻ ഇഷ്ടപ്പെടുന്ന പേരുകൾ വിളിക്കാം. ഞാൻ ഇഷ്ടപ്പെടാത്ത ചില പേരുകളിൽ ഞാൻ അറിയപ്പെടും. പക്ഷെ അറിയപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും പറയും, വിളിച്ചോളി, എന്നെ അങ്ങനെ തന്നെയാണ് അറിയുക. അങ്ങനെ പറഞ്ഞാലേ എന്റെ നാട്ടിൽ അറിയുള്ളൂ. നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല പേര്. എന്റെ കുടുംബത്തെ താറടിക്കാൻ, എന്റെ പാരമ്പര്യത്തെ താറടിക്കാൻ ജനങ്ങൾ കെട്ടിയുണ്ടാക്കിയതാ. അത് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇനി നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ മോശമാണ്. ആര് പശ്ചാത്താപിക്കുന്നില്ലയോ ഇതൊക്കെ മനുഷ്യന് സംഭവിക്കാം. വീഴ്ച, പോരായ്മകൾ മനുഷ്യന് സംഭവിക്കും. ഖേദിച്ച് മടങ്ങണം, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. തിരുത്തലുകൾ ഉണ്ടാവണം. മനുഷ്യ ജീവിതത്തിൽ ഇത് സംഭവിച്ചാൽ അതൊക്കെ തിരുത്തി കൂടുതൽ നല്ല മനുഷ്യനായി അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലെങ്കിൽ അക്രമകാരികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്ന്, നിങ്ങൾ ഊഹത്തിൽ മിക്കതിനെയും വെടിയുക. ഇന്ന ബഅദൽ-ളന്നി ഇസ്മ, ഊഹത്തിൽ ചിലത് കുറ്റകരമായ കാര്യമാണ്. ഊഹം പ്രചരിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിന് ഏറ്റവും ഫിറ്റായ ആയത്താണിത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും, ആധുനിക മീഡിയകളുടെ സഹായത്തോടുകൂടി ഊഹം വ്യാപകമായി പ്രചരിക്കപ്പെടുകയാണ്. വ്യക്തികളുടെ പേരിൽ, സമൂഹങ്ങളുടെ പേരിൽ, മതങ്ങളുടെ പേരിൽ, രാഷ്ട്രങ്ങളുടെ പേരിൽ, ഗോത്രങ്ങളുടെ പേരിൽ, അങ്ങനെ പല നിലക്കുമുള്ള മോശമായ കാര്യങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിക്കപ്പെടുകയാണ്. ഉണ്ടാവാൻ പാടില്ല. കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. എന്തെങ്കിലും കിട്ടിയാൽ ഫോർവേഡ് ചെയ്യരുത്. ഭയാനകമാണ് കാര്യം. നമുക്ക് കിട്ടിയ കാര്യം സത്യസന്ധമാണോ എന്ന് പരതി അന്വേഷിച്ച് പഠനവിധേയമാക്കി ബോധ്യമായാൽ മാത്രമേ മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ മെസ്സേജ് എത്ര ആളുകളിലേക്ക് എത്തുന്നുവോ ആ വായിക്കുന്നവർ പിന്തുടരുന്ന പാപത്തിന് നമ്മൾ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. ഒരു കുറ്റകരമായ കാര്യത്തിലാണ് നമ്മൾ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ ആ മെസ്സേജിന്റെ വിഷയത്തിൽ എത്ര ആളുകൾ കാണുന്നുവോ, എത്ര ആളുകൾ അത് ഏറ്റെടുക്കുന്നുവോ, അതിന്റെ മുഴുവൻ ഉത്തരവാദി നമ്മളായി തീരും. ആ തുടക്കം കുറിച്ച ആള് പോലെ ഞാനും ഉത്തരവാദിയാണെന്ന ബോധ്യം വേണം. നന്മയുടെ കാര്യത്തിലല്ല, നന്മയുടെ കാര്യത്തിൽ വരെ നന്മയുടെ മെസ്സേജുകളുണ്ട്. ഖുർആനും സുന്നത്തും ഇസ്ലാമും വിഷയങ്ങളിൽ
അതുവരെ പഠനവിധേയമാക്കണം. ഇന്ന ദിവസം 100, 1000 ദിക്റുകള് ഇന്ന സമയത്ത് ചെല്ലുക, ഇന്ന സമയത്ത് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വരും. ഇതൊരു 10,000 ആൾക്ക് മെസ്സേജ് ചെയ്താൽ ഇന്ന പുണ്യം. ഉടനെ നമ്മൾ മെസ്സേജ് ഫോർവേഡ് ചെയ്യും. ആര് പറഞ്ഞു? എവിടെ? ദലീല് വേണ്ടേ? ഇസ്ലാം ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിൽ വേണം, റസൂലുള്ളാഹിന്റെ ചര്യയിൽ വേണം. ഇല്ലാതെ കാലയും കീലയും എന്ന അർത്ഥത്തിൽ ഫോർവേഡ് ചെയ്താൽ നേരത്തെ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ കാര്യമാണത്. വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങളും അല്ലെങ്കിൽ സമൂഹങ്ങളെ പറ്റി പറഞ്ഞ അപരാധങ്ങളും ആ ഊഹങ്ങളും അതിലുപരിയാണ് ഇസ്ലാം ദീനിന്റെ പേരിൽ പറയുന്ന കളവ്. അള്ളാന്റെ റസൂൽ പറയാത്തൊരു കാര്യം അത് നന്മയാണ് എന്ന പേരിലാണെങ്കിലും കുറ്റകരമാണ്. കാരണം ഇസ്ലാമിൽ ഉള്ള നന്മ തന്നെ ധാരാളമുണ്ട്. ഫോർവേഡ് ചെയ്യാൻ പറ്റിയ നന്മകൾ വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്ത് മതി. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എത്രയോ ഫോർവേഡ് ചെയ്യാം. സഹിഹായ ഹദീസുകളുണ്ട് ഫോർവേഡ് ചെയ്യാൻ. പിന്നെന്തിന് ദുർബലമായ കെട്ടുകഥകളെ പിന്നാലെ പോകണം? അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഊഹത്തിന്റെ പിന്നാലെ പോകരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി ചെയ്യരുത്. ചാരവൃത്തി, അന്യരുടെ കുറ്റവും കുറവും അന്വേഷിക്കാൻ, പരതാൻ, തേടാൻ ആരെയും നിർദ്ദേശിച്ചിട്ടില്ല. സ്വന്തം കുറവുകളാണ് പരതേണ്ടത്, അന്വേഷിക്കേണ്ടത്. വലാ യഗ്തബ് ബഅ്ദുകും ബഅദ, നിങ്ങളുടെ ചിലരുടെ അഭാവത്തിൽ ചിലർ ദൂഷണം പറയരുത്, പരദൂഷണം പറയരുത്. പരദൂഷണം എപ്പോഴും നമുക്ക് വന്നു പോകുന്നത് ഒരു പ്രവണതയാണത്. വലിയ അപകടം വരുത്തും. വലിയ അപകടം വരുത്തുന്ന പാപമാണ് പരദൂഷണം. നാവ് കൊണ്ട് വരുന്ന വലിയ ഒരു പാതകമാണ് പരദൂഷണം. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതിന്റെ ഗൗരവമാണ്. നിന്റെ സഹോദരൻ മയ്യത്തായി കിടക്കുമ്പോൾ അവന്റെ മാംസം തിന്നാൻ നീ ഇഷ്ടപ്പെടുമോ? അല്ലാഹു ചോദിക്കുക നമ്മോട്. നമ്മുടെ സഹോദരന്റെ മയ്യത്ത്, ആ മയ്യത്തിന്റെ ശരീരത്തിലുള്ള മാംസം തിന്നാൻ ഇഷ്ടപ്പെടുമോന്ന്? ഫകരിഹതുമു, അതിനെ വെറുക്കുന്നു നിങ്ങൾ. അതുപോലെ വെറുക്കണം പരദൂഷണം പറയുന്നത്. അത് പച്ച മാംസം തിന്നല. അല്ലാഹു റസൂലിന്റെ മുമ്പാകെ സഹാബികൾ ചോദിച്ചു, ഉള്ള കാര്യങ്ങൾ, ആ വ്യക്തിയിലുള്ള കാര്യങ്ങൾ അഭാവത്തിൽ പറയുന്നത് തെറ്റാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ഉള്ള കാര്യങ്ങൾ പറയലാണ് പരദൂഷണം. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ പറയലാ, ഇല്ലാത്ത കാര്യങ്ങൾ പറയൽ കളവാ, കെദിബ. അപ്പൊ ഉള്ളത് പറയലാണ് പരദൂഷണം. പരദൂഷണം പറയുക മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ നിരോധിച്ചു, ഗീബത്ത് നിരോധിച്ചു. അനിൽ ഗീബ വഅനിൽ ഇസ്തിമാഇ ഇലൽ ഗീബ. ഗീബത്ത് മാത്രമല്ല, ഗീബത്ത് കേൾക്കുന്നതും പ്രവാചകൻ നിരോധിച്ചു. ഒരാൾ നമ്മോട് ഗീബത്ത് പറയാൻ വരിക, നമ്മളെന്ത് ചെയ്യും? അയാൾക്ക് ഒന്നുകൂടി താല്പര്യം ഉണ്ടാക്കുന്ന നിലയിൽ കേൾക്കാൻ തയ്യാറാണ്, പറയൂ എന്ന് പറഞ്ഞ് ആവേശം ഉണ്ടാക്കും. അങ്ങനെ പറയാൻ തുടങ്ങും. ആ പറയുന്ന മനുഷ്യന്റെ അതേ പാപമാണ് കേൾക്കുന്നവനുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഗീബത്ത് എന്ന് പറഞ്ഞ വലിയ കുറ്റം പറയലായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കണ്ട. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച കാലത്ത് അവിടുന്ന് പഠിപ്പിച്ച ഗീബത്തുമായി ബന്ധപ്പെട്ട ചരിത്രം സഹാബികളുടെ ചരിത്രത്തിലുണ്ട്. ഒരു യാത്രയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുകയാണ്. ആ വിശ്രമത്തിന്റെ ഇടയിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും, അതുപോലെ അവരുടെ ഭൃത്യനുണ്ട്. ഭൃത്യൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോ എഴുന്നേറ്റതിന് ശേഷമുള്ള കാര്യങ്ങൾ നിർവഹിക്കണം. ഉറങ്ങിക്കിടക്കുന്ന ഈ ഭൃത്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രണ്ട് പ്രമുഖ സഹാബികളിൽ ഒരാൾ പറഞ്ഞു, ഇന്നഹു ലനഊം, ഈ മനുഷ്യൻ ഭയങ്കര ഉറക്കക്കാരനാ. സ്വാഭാവികമാണല്ലോ, നമ്മുടെ ജോലിക്കാരൻ എഴുന്നേൽക്കാതിരുന്നാൽ എന്തൊരു ഉറക്കാണെന്ന് പറയില്ലേ? അങ്ങനെ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലൊന്നും പറഞ്ഞില്ല. പിന്നീട് ഭക്ഷണം റെഡിയായി. അവർ ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് മാംസത്തിന്റെ കറിയാ.
റൊട്ടി കൊടുത്തു ഈ സഹാബികൾക്ക്. എന്നിട്ട് മാംസം അതിന്റെ കറി ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അവർ ചോദിച്ചു, എന്താ പ്രവാചകരെ, ഞങ്ങൾക്ക് കറി കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾ കറി കഴിച്ചല്ലോ, നിങ്ങൾ മാംസം കഴിച്ചതിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ ദന്തങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ പല്ലുകളിൽ ഒട്ടിപ്പിടിച്ച മാംസത്തിന്റെ അടയാളം ഞാൻ ദർശിക്കുന്നുണ്ട്. ഇല്ല പ്രവാചകരെ, ഞങ്ങൾ കഴിച്ചിട്ടില്ല. എങ്കിൽ നിങ്ങളുടെ സഹോദരനെ പറ്റി നിങ്ങൾ പറഞ്ഞതുണ്ടല്ലോ, ഈ മാംസം കഴിക്കുന്നതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് നിസാരമായി നമ്മൾ ഗണിക്കുന്നൊരു വാക്കാണ്. അതുവരെ ഗീബത്തായിട്ട് അള്ളാന്റെ റസൂൽ എണ്ണുകയാണ്. അതുകൊണ്ട് നമ്മൾ അഭാവത്തില് ഉള്ളത് തന്നെ പറയുന്ന ഏർപ്പാടുമായിട്ട് മുന്നോട്ട് പോണ്ട. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോടൊരു സഹാബി വന്ന് പറയുകയാണ്, എന്റെ അയൽപ്പക്കത്ത്, എന്റെ പരിസരത്ത് കുറച്ച് ആളുകളുണ്ട്, തെമ്മാടികളാ, എപ്പോഴും മദ്യപിക്കും. ഞാൻ അവരെ നിയമപാലകരുടെ മുന്നിലേക്ക് കൊണ്ടുവരട്ടെ, എന്നിട്ട് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ. ഉഖ്ബ റളിയല്ലാഹു പറഞ്ഞു, അരുത്, അരുതെന്ന് പറയാണ്. ലാ തഫ്അൽ, നീ അങ്ങനെ പ്രവർത്തിക്കരുത്, നീ അങ്ങനെ പ്രവർത്തിക്കരുത്. ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഫകഅന്നമാ ഇസ്തഹ്യാ മൗഊദതൻ മിൻ ഖബരി ഫി ഖബരിഹാ, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിയെ ജീവനിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ഒരാളുടെ രഹസ്യങ്ങൾ മറച്ചുവെക്കൽ. മൻ സത്തറ ഔറതൻ, ഒരാളുടെ രഹസ്യങ്ങളും മറച്ചുവെക്കുക എന്ന് പറഞ്ഞാൽ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ ജീവനിട്ട് കൊടുക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ പുണ്യകരമായ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ ന്യൂനതകളും കുറവുകളും മറച്ചു വെക്കണം. വിശ്വാസികൾക്കിടയിലുള്ള ന്യൂനതകൾ കുറച്ചു വച്ചാൽ നമ്മുടെ ന്യൂനതകൾ അല്ലാഹു ദുനിയാവിലും പരലോകത്തും മറച്ചു വെക്കും. ഒരാളുടെ ന്യൂനത കണ്ട് ഞാനത് മറച്ചു വെച്ചു എങ്കിൽ അല്ലാഹ് എന്റെ ന്യൂനത ഇവിടുന്ന് ഈ ദുനിയാവില് എന്നെ വഷളാക്കാതെ മറച്ചു വെക്കും. പരലോകത്ത് വരുമ്പോ അവിടെയും മറച്ചു വെക്കും. അത്രയും പുണ്യകരമായ കാര്യമാണ് വിശ്വാസികൾക്കിടയിൽ അവരുടെ ന്യൂനതകൾ പരസ്പരം മറച്ചു വെക്കുക എന്നത്. അപ്പം മദ്യപിച്ചോട്ടെ, അത് നടന്നോട്ടെ എന്നല്ല. അദ്ദേഹം ഉഖ്ബ പറഞ്ഞു, ചെന്ന് ഉപദേശിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, നിരന്തരം ഉപദേശിക്കുക, അങ്ങനെ നന്നാക്കുക. അവർക്ക് വെളിച്ചം കിട്ടിയേക്കാം. അങ്ങനെ വെളിച്ചം കിട്ടാതെ വരുമ്പോ അടുത്ത നടപടിയിലേക്ക് നീങ്ങാം. സ്വാഭാവികമായി നിരന്തരമായി പരസ്യമായി മദ്യപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ദോഷം സമൂഹത്തിനുണ്ടാവും, അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ വേണം. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രഹസ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ അപമാനിക്കാതെ ആ പാപത്തിൽ നിന്നും രഹസ്യമായി മുക്തനാക്കാൻ ശ്രമിക്കുക എന്നത് വളരെ ഖൈറായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഈ രൂപത്തിലാണ് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സഫിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് എന്തു പറഞ്ഞു? സഫിയ റളിയല്ലാഹു അൻഹ യഹൂദ മതത്തിൽ നിന്ന് വന്നതാ. ജൂതപ്പെണ്ണല്ലേ, നീ ഒരു ജൂതപ്പെണ്ണല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, നമുക്കിടയിൽ അങ്ങനെ ഉണ്ട്. ഒരു പുതിയ മുസ്ലിമിനെ അല്ലെ, പുതിയ മുസ്ലിമിനെ വേറൊരു രൂപത്തിൽ കാണല്, അല്ലെങ്കിൽ ചില കുടുംബത്തിൽപ്പെട്ട ആളുകളെ വേറെ രൂപത്തിൽ കാണല്. ആ ജാഹിലിയത്തിന്റെ ഒരു അംശം അവരുടെ ഇടയിലും മനസ്സിലുണ്ടായിരുന്നു. അത്ര ഗൗരവത്തിൽ പറഞ്ഞൊന്നല്ല. സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് വളരെ വിഷമമായി. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ജൂതപ്പെണ്ണിന്റെ അല്ലെങ്കിൽ ജൂതപ്പെണ്ണല്ലേ എന്ന അഭിസംബോധന അതവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർക്ക് അറിയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് നല്ലൊരു മോട്ടിവേറ്ററാ, അതിനേക്കാൾ നല്ലൊരു മോട്ടിവേറ്ററെ കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, എന്തിനാ സഫിയ കരയണ്? ഇന്നക്കി ബിന്ത നബിയെ,
നീ ഒരു പ്രവാചകന്റെ മകളല്ലേ, നീ ഒരു പ്രവാചകന്റെ മകളല്ലേ. വ ഇന്ന അമ്മക്ക് നബിയുൻ, നിന്റെ പിതൃവ്യനും നബിയല്ലേ എന്ന് പറഞ്ഞ് ഇസ്ഹാഖ് നബിയുടെ മകൾ എന്ന നിലക്ക് ആ പരമ്പര അങ്ങനെയാണല്ലോ. അമ്മ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി. മൂന്നാമത് പറഞ്ഞു വ ഇന്നക്കി തഹ്ത നബിയ്, നീ ഒരു പ്രവാചകന്റെ കീഴിലല്ലേ ഉള്ളത്, അഷ്റഫുൽ ഖൽഖിന്റെ അന്ത്യപ്രവാചകന്റെ കീഴിൽ. അതിലുപരി എന്ത് ദറജയാണ് എനിക്ക് വേണ്ടത്? അവർക്ക് സന്തോഷമായി, അവർക്ക് ആശ്വാസമായി. 3 പ്രവാചകന്മാരുടെ പരമ്പരയാണ്ട് പഠിപ്പിച്ച് ഇസ്സത്ത് കൊടുത്തു. ശേഷം അഫ്സയിലേക്ക് തിരിഞ്ഞ് ഇത്തഖില്ല യാ അഫ്സ, അള്ളാനെ സൂക്ഷിച്ചോ ഈ വിഷയത്തില്. അഫ്സ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, വലിയൊരു സമുദ്രത്തിൽ കൊണ്ട് കലർത്തുകയാണെങ്കിൽ ആ സമുദ്രം മുഴുവൻ മലീമസമാവാൻ പര്യാപ്തമായ അത്രയും വൃത്തികെട്ട വാക്കാ. അഫ്സ, തിരുത്തിക്കോ, ഖേദിച്ച് മടങ്ങിക്കോ അള്ളാഹുവിലേക്ക്. സഫിയാട് ചെന്ന് മാപ്പിരുന്നോ, എന്നിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോ. പഠിപ്പിക്കുക. ഈ ഗീബത്തുണ്ടല്ലോ, ഗീബത്തൊക്കെ പറയുമ്പോ നമ്മൾ അതിന്റെ ഗൗരവം ഒന്നുകൂടി മനസ്സിലാക്കണം. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. ഗീബത്ത്, പരദൂഷണം, അഭാവത്തിൽ പറയലുണ്ടല്ലോ, വ്യഭിചാരത്തെക്കാൾ കാഠിന്യമേറിയതാണ് റസൂലുള്ളാഹി പറയാ. എന്താ കാരണം? വ്യഭിചരിച്ചൊരു മനുഷ്യന് കുറച്ചും കാലം കഴിഞ്ഞാൽ കുറ്റബോധം വന്ന അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തേരനെ, അറിവില്ലാത്തത് കൊണ്ട്, എന്റെ കൃത്യമായ ആ ദൈവിക ബോധത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, അല്ലാഹ് പുറത്തേരണേ, മാപ്പാക്കണേ, അള്ളാഹിനോട് പറയും. എന്നാൽ ഗീബത്തോ, നമുക്ക് ഒരു നല്ല അവസ്ഥ വന്നാൽ വരെ എങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയും? ഒരുപാട് ആളുകളുടെ പേര് നമ്മൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവും. അവിടൊക്കെ ചെന്ന് മാപ്പിരക്കാൻ പറ്റുമോ? പല വിഷയം അവരോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പിന്നെ വീണ്ടും വിഷയമായില്ലേ, സംഘടനാവൂലേ? പൊതുവിൽ ചെന്നിട്ട് ചില കുറച്ച് ആളുകളോടൊക്കെ പറയാം, എനിക്ക് ബോധമില്ലാത്ത കാലത്ത് നിങ്ങളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാപ്പാക്കണം എന്നൊക്കെ പറയാമെങ്കിലും മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആളുകളെ കണ്ട് മുഴുവൻ മാപ്പിരക്കുക എന്നത് പ്രായോഗികമേ അല്ല. അതുകൊണ്ടാണ് ഗീബത്താണ് വ്യഭിചാരത്തെക്കാൾ കാഠിന്യമേറിയതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. അതുകൊണ്ട് അത് സംഭവിക്കരുത്, വലിയ നഷ്ടം വരും. നമ്മുടെ നന്മകൾ അവർക്ക് എടുത്തു കൊടുക്കും. പരലോകത്ത് നന്മകൾ തൂക്കും. എന്നിട്ട് ഈ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യനെങ്ങനെ കിട്ടാനുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള നന്മ അള്ളാഹു വാങ്ങിച്ചു കൊടുക്കും. ആ വാങ്ങിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വേറൊരാളുടെ പേരിൽ ശകാരിച്ചതും ഗീബത്ത് പറഞ്ഞതും നമീമത്ത് പറഞ്ഞതും അങ്ങനെ പലതുണ്ടാവുമല്ലോ, അതൊക്കെ അള്ളാഹു കൊണ്ട് വാങ്ങിക്കൊടുക്കും. വാങ്ങിക്കൊടുത്തിട്ട് ഈ മനുഷ്യന് ഇനിയും കിട്ടാനുണ്ട്. ഇനിയും ആ മനുഷ്യന് കിട്ടാനുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യാ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ കുറ്റം മറ്റേ മനുഷ്യന് ചുമത്തും. ആ മനുഷ്യന് വലിയ കുറ്റമൊന്നുമില്ല, പക്ഷെ ഈ മനുഷ്യന്റെ വലിയ പാപങ്ങൾ എടുത്തിട്ട് ഈ മനുഷ്യന് ചുമത്തിയിട്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മൾ അമലുകളുമായി ചെന്ന് പരലോകത്തെ അമല് വേറെ ആൾക്ക് കൊടുത്ത് മറ്റുള്ള ആളുകളുടെ പാപം പേറി നരകത്തിലേക്ക് പോകേണ്ട ഗതികേട് ഗീബത്ത് കൊണ്ട്, നാവിന്റെ അപകടം കൊണ്ട് സംഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമേറിയ മുന്നറിയിപ്പ് നൽകുക. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക, നാവിനെപ്പോഴും സൂക്ഷിക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ നല്ലത് പറയാ, നല്ലതേ പറയാൻ പാടുള്ളൂ. ഔ ലിയസ്മുത്, നല്ലത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുക. റസൂലുള്ളാഹ് നല്ലത് പറയും, അധിക നേരവും മൗനത്തിൽ. പിന്നെ നമ്മുടെ സംസാരം കാട് കയറി പോകാതിരിക്കണമെങ്കിൽ, നാവിനെ നിയന്ത്രിക്കണമെങ്കിൽ ദിക്ർ വരണടക്ക്, സംസാരത്തിൽ ദിക്ർ വരണം. ദിക്ർ വന്നാൽ മതി, ഓട്ടോമാറ്റിക് നിയന്ത്രണം കിട്ടും. അതുകൊണ്ട് നാവിനെ നിയന്ത്രിച്ച് സ്വർഗവാസികളാവാൻ ശ്രമിക്കുക. വലിയ അപകടം വരുത്തുന്ന നാവ്, പരലോകത്ത് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വലിയ ശിക്ഷയാണ് ഈ മനുഷ്യന്മാരുടെ അന്തസ്സിനെ ക്ഷതപ്പെടുത്തിയാൽ പരലോകത്തുള്ളത്. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ റസൂല് കാണുകയാണ്. ആ ആളുകൾക്ക് ചെമ്പിന്റെ നഖങ്ങളുണ്ട്, ചെമ്പിന്റെ നഖങ്ങൾ. ആ നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖത്തെ നെഞ്ചിനെയും മാന്തി പൊളിക്കുകയാണവർ, മാന്തി കീറുകയാണവർ. അങ്ങനെ ശരീരമാകെ മാന്തി കീറി രക്തവും മാംസവും ഒക്കെ പുറത്തേക്ക് ചാടുകയാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരും. വീണ്ടും മുഖവും നെഞ്ചും മാന്തി കീറും, രക്തവും മാംസവും പുറത്തേക്ക് ചാടും. ഈ ഭയാനകമായ അവസ്ഥ അള്ളാഹുവിന്റെ റസൂലിന് കാണിക്കപ്പെട്ടു. അപ്പൊ റസൂലുള്ള ചോദിച്ചു, ആരാണവർ? നരകത്തിലാണുള്ളത്. ആ നരകത്തിൽ കിടന്നിട്ട് എരിപിരി കൊള്ളുമ്പോൾ അവരുടെ നഖങ്ങൾ കൊണ്ട്, അതും ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട്, ശക്തി കൂടാൻ വേണ്ടിയിട്ട് ചെമ്പിന്റെ നഖം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കീറി മുറിക്കുന്നത്. ആരാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് വിശദീകരിച്ചു കൊടുത്തത് പറയാണ്, ഇവര് അല്ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ മാംസം തിന്നവരാ. ജനങ്ങളുടെ മാംസം പരദൂഷണം പറഞ്ഞ് നടന്ന ആളുകളാ. വയഖഊന ഫി അറാദിഹിം, അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയവരാ. മനുഷ്യന്റെ അഭിമാനം ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാ. പരിശുദ്ധ മക്ക പോലെ മനുഷ്യന്റെ അഭിമാനവും മനുഷ്യന്റെ സമ്പത്തും രക്തവും പവിത്രമാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അറഫാ ദിനം പോലെ, ആ പരിശുദ്ധ ഹജ്ജ് മാസം പോലെ, കഅബാലയം പോലെ, മക്ക പ്രദേശം പോലെ പരിശുദ്ധമാണ് മനുഷ്യന്റെ അഭിമാനം. ആ അഭിമാനത്തെ പിച്ചു ചിന്തുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പാതകമാണ്. ആ പാതകം നമുക്കിടയിൽ ഉണ്ടാൻ പാടില്ല. പല വിഷയത്തിലും നമ്മളിങ്ങനെ പിച്ചു ചിന്തും, വലിയ അപകടം വരുത്തും. നമ്മുടെ പരലോകത്ത് വമ്പിച്ച നഷ്ടമാണ് അത് മുഖേന ഉണ്ടായിത്തീരുക എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആരുടെയും അന്തസ്സും അഭിമാനവും പിച്ചു ചിന്താൻ ശ്രമിക്കരുത്. പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകുക, മാപ്പാക്കിയും വിട്ടുവീഴ്ച കാണിച്ചും മുന്നോട്ട് പോകുക. തീർച്ചയായും അതിന്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ദുനിയാവിലും പരലോകത്തും അതിന്റെ ഗുണമുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് പലരും വോട്ട് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ നമുക്കൊക്കെ അവസരമുണ്ടായി. ഇനി ഉള്ള ബാക്കിയുള്ള ആളുകൾ അവര് ജുമ ശേഷം വോട്ട് ചെയ്യും. അതിനുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്കറിയാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അനുകൂലമായൊരു ഭരണകൂടം ഇവിടെ വരണം. നമ്മുടെ ഇസ്സത്തും നമ്മുടെ ദീനും നിലനിർത്താൻ പര്യാപ്തമായ ഭരണകൂടം അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം, ഫലസ്തീനിൽ ഇന്നത്തെ റിപ്പോർട്ട് 20 പേരെ ഇസ്രായേലി സൈന്യം ജീവനോടുകൂടി കുഴിച്ചു മൂടി എന്നാണ് പറയുന്നത്. അള്ളാഹുവേ, അവർക്ക് ആശ്വാസം നൽകണം. ജീവനോടുകൂടി 20 പേരെ കുഴിച്ചു മൂടി. ഈ അവസ്ഥക്കെ നമ്മൾ ചിന്തിക്കണം. ഈ അവസ്ഥയുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ഷൻ നമുക്ക് അനുകൂലമായ ഭരണകൂടം കടന്നു വരാതിരുന്നാൽ, നമ്മുടെ ദീനം ഇസ്സത്ത് നിലനിർത്താൻ പര്യാപ്തമല്ലാത്തൊരു ഭരണകൂടം വന്നാൽ തീർച്ചയായും അതിന്റെ തിക്തഫലം, അനന്തരഫലം എന്തായിത്തീരും അല്ലാഹു അഅലം. നമ്മൾ അല്ലാഹുവിൽ നിരന്തരം അഭയം തേടണം. രാത്രിയിലൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. ഒരു ഗഫലത്തോടു കൂടി മുന്നോട്ട് പോവരുത്. നല്ലൊരു വിജയം നൽകാൻ വേണ്ടി, നമുക്ക് അനുകൂലമായ ഭരണകൂടം വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിലുള്ളൊരു ഭരണകൂടത്തെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസകരമായ അവസ്ഥയിൽ നിന്നും നമ്മയും ഫലസ്തീനി ജനതയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഫലസ്തീനികൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. രക്തസാക്ഷികൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല സർവ്വ അപകടങ്ങളും ദുരിതങ്ങളും നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പള്ളിയിലെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസലിൻ്റെ പിതാവ് കുഞ്ഞു മുഹമ്മദ് ക, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഹാർട്ടിന് അസുഖം ബാധിച്ച്
ചികിത്സ തേടുകയും ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു മഹിതമായ ഗുണം ഭക്ഷണം കൊടുക്കുക, ഇമാമിനൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ വളരെ താല്പര്യമായ വ്യക്തിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സർവ്വവിധ ബർക്കത്തുകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇരുത്തവും അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു സഹോദരി ഗർഭസ്ഥ അവസ്ഥയിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ ആ അവസ്ഥ, ആ പ്രയാസകരമായ അവസ്ഥ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രമുഖ ഇസ്ലാഹി പണ്ഡിതനായ MM മദനി ഹോസ്പിറ്റലിലാണ്. ഒരു പ്രയാസകരമായ രോഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വ പണ്ഡിതന്മാർക്കും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതാന്ത്യം വരെ ഹിദായത്തിൻ്റെ വെളിച്ചം ഭദ്രമായ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖും സൗഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമായ ഭരണകൂടത്തെ നൽകി നമുക്ക് അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെ, നമ്മുടെ ഇബാദത്തുകളെ, നമ്മുടെ നന്മകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നമ്മുടെ പാപങ്ങളെയും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾ ഇണക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ വിദ്വേഷവും, പക, അതുപോലെ അസൂയ, അഹങ്കാരം, അതുപോലെ എല്ലാ ദുർഗുണങ്ങളെയും അള്ളാഹു മാറ്റി അവിടെ സത്യവിശ്വാസം, സഹാനുഭൂതി, കാരുണ്യം, നല്ല ഗുണങ്ങൾ അള്ളാഹുവിടെ നിറക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أدخلنا الجنة يا رب العالمين اللهم أدخلنا الجنة يا رب العالمين اللهم أدخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداء الدين اللهم دمر أعداء الدين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم اسقنا 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 اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين صلى الله على نبينا محمد صلى الله عليه وسلم وأقم الصلاة.